പലപ്പോഴും നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അധൈര്യപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമുക്കൊക്കെ കടന്നു വരാം. ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും അനാവശ്യമായിട്ടോ ആവശ്യമായിട്ടോ ഒക്കെ നമ്മൾ ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എങ്ങനെ മുന്നോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ആരെങ്കിലും നമ്മളെ ഒന്ന് ബലപ്പെടുത്തിയിരുന്നു എങ്കിൽ എന്ന്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ധൈര്യപ്പെടുത്തിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അല്ലേ? എന്നാൽ പലരും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ധൈര്യപ്പെടുത്താറുണ്ട്. അല്ലേ? ചിലരൊക്കെ പറയും, ചിലരൊക്കെ നമ്മളോട് നമ്മൾ ഭാരതത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ ചില ആശ്വാസ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി. സാരമില്ല, പോട്ടെ, ഒക്കെ ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും, ദൈവം നമ്മളെ സമാധാനിപ്പിക്കും, ദൈവം നമുക്ക് അനുഗ്രഹം നൽകും, ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ഇങ്ങനെയുള്ള ആശ്വാസ വാക്കുകൾ എന്ത് ചെയ്യും? നമ്മളെ കുറേയൊക്കെ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ? ഇതേ കാര്യം തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അല്ലേലിയ? എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തുന്ന ആരാ? എന്റെ ദൈവം. അല്ലേലിയ? നമ്മുടെ ഒക്കെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുവാൻ നമ്മോട് കൂടെ ഒരാളുണ്ടെന്നുള്ള വസ്തു നമ്മൾ തീരരുത്, മറന്നുപോകരുത്. അല്ലേലിയ? സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തോട് ചേർന്നാണ് പറയുന്നത്. അല്ലേലിയ? എന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? അവൻ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ? എങ്ങനെയുള്ളവർക്കാ? അല്ലേലിയ? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർക്കോ സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുന്നവർക്കല്ല. അല്ലേലിയ? അതിന്റെ ആദ്യ ഭാഗം പറയുന്നു. അല്ലേലിയ? ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് എന്ത് ചെയ്തു? ഉത്തരം പറയും എന്ന് പറഞ്ഞാൽ, അല്ലേലിയ, ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എന്ത് ചെയ്യില്ല? വെറുതെ വിടുകയില്ല. അല്ലേലിയ? അവരുടെ ഉള്ളിൽ ദൈവം എന്ത് ചെയ്യും? ധൈര്യം നൽകുവാനായിട്ട് ഇടയായിത്തീരും. അവരുടെ ഉള്ളിൽ ദൈവം എന്ത് ചെയ്യും? ബലം നൽകുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ? അവർ കടന്നു പോകുന്ന പ്രതിസന്ധി ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, അവരായിരിക്കുന്ന ഏത് സാഹചര്യമായിരുന്നാലും, അല്ലേലിയ, അതിന്റെ നടുവിൽ നിനക്ക് പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യമുണ്ട് എങ്കിൽ, അല്ലേലിയ, അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ നിനക്കുണ്ട് എങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പും ഒരു ധൈര്യവും നിനക്ക് പ്രാപിക്കുവാനിടയായിത്തീരും. അല്ലേലിയ? എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിനക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ തീരും അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ? അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അല്ലേലിയ? എന്റെ ഉള്ളിൽ അവൻ എന്ത് ചെയ്തു? ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അല്ലേലിയ? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലിയ, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും എന്ത് ചെയ്യില്ല? അധൈര്യപ്പെട്ടു പോവുകയില്ല. അവരെന്ത് ചെയ്യണ്ട? ഭയപ്പെട്ട് പിന്മാറേണ്ടുന്ന ആവശ്യമില്ല. അല്ലേലിയ? അവരുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകേണ്ടുന്ന ആവശ്യമില്ല. അല്ലേലിയ? അവരൊരിക്കലും തോറ്റ് പിന്മാറേണ്ടുന്ന ആവശ്യമില്ല. അല്ലേലിയ? നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, അല്ലേലിയ, ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുവാൻ മനസ്സുള്ളവനാണെങ്കിൽ, അല്ലേലിയ, നിനക്ക് ഒരു മനുഷ്യന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? മുട്ടുമടക്കേണ്ടത് ആവശ്യമില്ല. അല്ലേലിയ? ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്റെ തല കുനിക്കാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല. എപ്പോൾ നീ ദൈവം മുമ്പാകെ ഇരിക്കുവാൻ മനസ്സുള്ളവനാണെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഒരു വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലേലിയ, ഒരു നാൾ നീ എന്ത് ചെയ്യില്ല? അധൈര്യപ്പെട്ടു പോവുകയില്ല, നിന്റെ ബലം ക്ഷയിച്ചു പോവുകയില്ല. അല്ലേലിയ? സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ എന്ത് ചെയ്തു? ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ? എപ്പോഴാ? ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ. അല്ലേലിയ? ഞാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, ഞാൻ ദൈവഭാഗം ഇരിക്കുമ്പോൾ, അല്ലേലിയ, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഒരു ഉറപ്പും ഈ ഒരു ധൈര്യവുമാണ് വിശ്വാസികളായ നമ്മളുടെ ഉള്ളിലും ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ ഇതുപോലെ കാലം മറന്നു പോകരുത്. അല്ലേലിയ? കാരണം, അല്ലേലിയ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലേലിയ, പ്രതിസന്ധികൾ പല നിലകളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മുമ്പിൽ വരും. അല്ലേലിയ? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അല്ലേലിയ, നമുക്ക് എന്തുണ്ട്? കഷ്ടതകളുണ്ട്. അല്ലേലിയ? നമ്മുടെ ജോലി മേഖലകളിലായിക്കോട്ടെ, അല്ലേലിയ, നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, അല്ലേലിയ, കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, അല്ലേലിയ, എല്ലായിടത്തും എന്തുണ്ട്? പ്രയാസങ്ങൾ
വരുവാൻ സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഇടങ്ങളിലും ഹല്ലേലൂയ ആമേൻ പ്രതിസന്ധികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആമേൻ നമുക്ക് കടന്നു വരുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഹല്ലേലൂയ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ആമേൻ ദാവീദ് പറയുന്നത് പോലെ ഹല്ലേലൂയ, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഹല്ലേലൂയ, ഈ പ്രതിസന്ധിയുടെ നാളിൽ നിനക്ക് പ്രാർത്ഥിക്കുവാൻ, നിനക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ ഹല്ലേലൂയ ആമേൻ താല്പര്യമുണ്ട്. അതിനുവേണ്ടി നീ സമയം കണ്ടെത്തിയാൽ നീ എന്ത് ചെയ്യില്ല? അധൈര്യപ്പെട്ടു പോവുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അവിടെ നിനക്ക് എന്തില്ല? ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട് എന്ന് ഇന്ന് പോലും നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ ഉള്ളിൽ അവൻ എന്ത് ചെയ്തു? ധൈര്യം നൽകി. ഹല്ലേലൂയ. അവൻ പലപ്പോഴും ഹല്ലേലൂയ അവൻ നമ്മളെല്ലാവരും അവൻ നിസാര വാക്കുകളുടെ മുമ്പിൽ എന്ത് ചെയ്യും? ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. നിസാരമായ വാക്കുകളുടെ മുമ്പിലോ നിസാരമായ കാര്യങ്ങളുടെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. ഹല്ലേലൂയ. അല്ലേ? അവൻ നമുക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ അത് അനുഭവിച്ചറിയുന്നവരാണ്. ഹല്ലേലൂയ. അവൻ ചില വാക്കുകളുടെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവൻ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആകാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അവൻ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവൻ ഒരു 2 മിനിറ്റ് നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചെലവഴിച്ചാൽ, ഹല്ലേലൂയ അവൻ ചില നിമിഷങ്ങൾ നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം ചെലവഴിച്ചാൽ, ഹല്ലേലൂയ അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്, അവൻ എന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ധൈര്യം നൽകും. ഹല്ലേലൂയ. അവനെന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവം എന്ത് ചെയ്യും? മറുപടികളെ നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 6ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് യഹോവ ഉന്നതനെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു? താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം എത്ര ഉന്നതനാണ് എങ്കിലും, എത്ര അവൻ ഉന്നതിയിൽ വസിക്കുന്നവനാണ് എങ്കിലും ഹല്ലേലൂയ ആമേൻ, നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടായിരിക്കുന്നുവെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമ്മളെ കടാക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? കടാക്ഷിക്കും. ഹല്ലേലൂയ. അതാണ് അടുത്ത ഭാഗമാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്യുന്നു പറയുന്നത്? ഗർവിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നവരെ പോലും എന്ത് ചെയ്യാൻ കഴിയുകയില്ല, അറിയുവാനായിട്ട് കഴിയുകയില്ല. ഇല്ലേ? നമ്മുടെ കൂടെ നടക്കുന്നവരായിരിക്കും ഒരു പക്ഷേക്ക് നമ്മളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ നമുക്കെതിരെ സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ ആയിരിക്കും. ഹല്ലേലൂയ. കൂടെ നടക്കുന്നവരെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഇവിടെ പറയുന്നത് ഗർവിയോ അവൻ എന്ത് ചെയ്യുന്നു? ദൂരത്ത് നിന്ന് അറിയുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവം എന്ത് ചെയ്യിക്കുക? ദൂരത്ത് നിന്ന് അറിഞ്ഞ് അവിടെ തന്നെ എത്തിയിരിക്കുക. താഴ്മയുള്ളവനെ ദൈവം എന്ത് ചെയ്യുന്നത്? കടാക്ഷിക്കുന്നത്. ഇന്ന് പലകാലം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ അവൻ ദൈവസന്നിധിയിൽ താഴുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ ദൈവത്തിന്റെ മുമ്പാകെ താഴുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ വേറെ ഒരിടത്തും നിനക്ക് തല താഴ്ത്തുവാൻ ആവശ്യം വരികയില്ല. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മുമ്പാകെ തല താഴ്ത്തിയാൽ മനുഷ്യരുടെ മുമ്പാകെ നിന്റെ തല എന്ത് ചെയ്യില്ല? താഴുകയില്ല. ഹല്ലേലൂയ. ദൈവം നിന്റെ തല എന്ത് ചെയ്യും? ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെ. ഹല്ലേലൂയ. അവൻ പാപിനിയായ സ്ത്രീയുമായിട്ട് ഹല്ലേലൂയ അവൻ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി അവൻ ഒത്തിരി പേർ എന്ത് ചെയ്തു? കടന്നു വന്നു. ഹല്ലേലൂയ. കർത്താവ് അവർക്ക് വന്നവരെ ആരെ എന്ത് ചെയ്തില്ല? ഒന്ന് നോക്കുപോലും. ഹല്ലേലൂയ. കാരണം അവൻ ദൂരത്ത് നിന്ന് തന്നെ ഗ്രഹിച്ചു ഇവന്മാരെയൊക്കെ ആരാണെന്നുള്ളത്. അല്ലേ? ഇവരെ കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞ കുടിഞ്ഞിരുന്ന് പേരോട് എന്ത് ചെയ്തു? എഴുതിക്കൊണ്ടിരുന്നല്ല തിരുവചനം വായിക്കുന്നത്. ഹല്ലേലൂയ. ദൂരത്തു നിന്ന് തന്നെ കർത്താവ് ഗ്രഹിച്ചു ഹല്ലേലൂയ ഈ വരുന്നവരുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത്, കല്ലെറിയുവാൻ വരുന്നവര് എങ്ങനെയുള്ളവരാണ് എന്ന് കർത്താവ് ദൂരത്തു തന്നെ ഗ്രഹിച്ചു. അല്ലെങ്കിൽ ഒരൊറ്റ വാക്ക് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്ത് ചെയ്തിട്ട് കല്ലെറിയിട്ട്. കർത്താവ് തല പൊക്കി നോക്കിയപ്പോൾ ഹല്ലേലൂയ ഈ പാപിനിയായ സ്ത്രീയേക്കാൾ വന്നവർ ഒറ്റ മാന്യന്മാരെ എന്ത് ചെയ്തില്ല അവിടെ കാണുവാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവ് ദൂരത്ത് നിന്ന് എന്ത് ചെയ്യുകയാണ്? ഗർഭികളെ അറിയുന്നവനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ പോൽക്കാരനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്ത് ചെയ്യരുത്? നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവസന്നിധി താഴെ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? വലിയ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താഴ്ന്നവനെ വേറെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല?
താഴ്ത്തുവാനായിട്ട് കഴിയില്ലെന്ന്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മളെ താഴ്ത്തുവാനായിട്ട് കഴിയില്ല. നമ്മൾ ദൈവസന്നിധിയിൽ താഴുവാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ. അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്ന് പോൽക്കാല ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചപേക്ഷ നാളി നീ എനിക്ക് ഉത്തരം പറഞ്ഞ് എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, യഹോവ ഉന്നതനെങ്കിലും അവൻ ഉയർന്നിരിക്കുന്നവനാണ്, അവൻ ഉന്നതങ്ങളെ വസിക്കുന്നവനാണ്. എങ്കിലും അവന്റെ സന്നിധിയിൽ അവൻ താണിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, കടാക്ഷിക്കുന്ന ദൈവം, അവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന് പോയിക്കാലം. ആ ദൈവത്തിന് മുമ്പാകെ ഇരിക്കുവാൻ, ആ ദൈവത്തിന് മുമ്പാകെ താഴുവാൻ നിനക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇന്ന് പോയിക്കാലം ദൈവം വാസ്തവമായി എന്ത് ചെയ്യും, നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവൻ അടുത്ത ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത്, 7-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ എന്ത് ചെയ്യും, ജീവിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ എന്ത് ചെയ്യും, ജീവിപ്പിക്കും. അത് സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവന്റെ ഒരു ഉറപ്പാണ്. ഞാൻ കഷ്ടത്തിലായി, ഞാൻ പ്രതികൂലത്തിലായി, ഞാൻ പ്രയാസത്തിലായി, അതിന്റെ ഒന്നും നടുവിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയില്ല, ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. എന്റെ ജീവിതത്തിന്റെ ഈ കഷ്ടതയെ ഓർത്ത് നിരാശപ്പെട്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാൻ എന്ത് ചെയ്യില്ല, എന്റെ ആത്മീയത്തെ കെടുത്തിക്കളയുകയില്ല. കാരണം എന്താ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അതിന്റെ നടുവിൽ എന്നെ ജീവിപ്പിക്കുന്നവർ ആരാണ്, എന്റെ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്. ആ ഒരു ഉറപ്പാണെന്ന് പറയുന്ന ദൈവജനമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അവൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും എന്ത് ചെയ്യണം, ധൈര്യപ്പെടുവിൻ. കാരണം എന്താ, നമ്മുടെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു, ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടെന്ന്, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വന്നത്? നമ്മൾ ഈ രോഗത്തിലായിരിക്കുമ്പോൾ രോഗമുണ്ട്, കഷ്ടമുണ്ട്, പട്ടിണിയുണ്ട്, പ്രയാസമുണ്ട്, പൈരാഗമുണ്ട്, എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവൻ തിരുനാമ നിമിത്തം ഞാൻ എന്ത് ചെയ്തു, ഇവയെല്ലാം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്, കർത്താവിന്റെ വേല ചെയ്യുന്നത് കൊണ്ട് മേഴ്സിഡസ് ബെൻസിലാണോ പൗലോസ് ഇറങ്ങിക്കൊണ്ടിരുന്നത്? അല്ല. അവൻ പറയുന്നത്, അവൻ സുവിശേഷത്തിന് വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറായിരിക്കുക. കഷ്ടമാണ് എന്ത് ചെയ്യുന്നത്, തന്റെ ഉള്ളിലുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തന്റെ അവസാന നാളുകളില് താൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്, ഒരു പുറപ്പുണ്ട് സ്വന്തമാണ്, അതെന്ത് ചെയ്യണം, നീ കൊണ്ടുവരണം. പിന്നെ ഞാൻ എഴുതിയ ചില ലിഖിതങ്ങളുണ്ട്, അതും കൂടി എന്ത് ചെയ്യണം, എടുത്തിട്ട് വരണം. ഈ പൗലോസാണ് പറയുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും എന്ത് ചെയ്യും, ദൈവത്തെ ജീവിപ്പിക്കുന്നുള്ള ഒരു ഉറപ്പ് തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട്. അതാണ് ദൈവികമായ പ്രത്യാശ എന്ന് പറയുന്നത്. ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നാം കഷ്ടതയുടെ നടുവിൽ നടന്നാലും ദൈവം ചെയ്യും, നമ്മളെ ജീവിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, നിരാശപ്പെട്ടു പോകേണ്ട. ദൈവത്തിന് വിരോധമായി നമ്മൾ എന്ത് ചെയ്യണ്ട, വെറുതെടുക്കേണ്ട. നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് നമ്മൾ ദേഷ്യപ്പെടേണ്ട, ഭവനത്തിൽ നമ്മൾ ദേഷ്യപ്പെടേണ്ട. നമ്മുടെ അസ്വസ്ഥതകളെ നമ്മൾ എന്ത് ചെയ്യണ്ട, മറ്റുള്ളവരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ കഷ്ടമാണോ, നീ ദൈവത്തിന് മുമ്പാകെ താണിരിക്ക്, അതിന്റെ നടുവിൽ നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പലക്കാർ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നമ്മെ എന്ത് ചെയ്യും, ജീവിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മളെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അടുത്ത ഭാഗത്ത് പറയുന്നത്, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ എന്ത് ചെയ്യും, കൈനീട്ടുവാനായിട്ട് ഇടയായിത്തീരും. അടുത്ത ഭാഗം പറയുന്നു, ദൈവത്തിന്റെ വലം കൈ എന്ത് ചെയ്യും, എന്നെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുന്നത് അത് തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവത്തിന് മുമ്പാകെ ഇരിക്കുന്നവരെ ഒരു നാൾ ദൈവത്തിനില്ല ലജ്ജിപ്പിക്കുകയില്ല. നീ കടന്നു പോകുന്ന പ്രതിസന്ധി ആയിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ, ബലഹീനതയായിക്കോട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും നീ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിച്ചാൽ നിനക്ക് വേണ്ടി ഉത്തരവറുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഉള്ളിൽ ധൈര്യം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ചുറ്റും ഇരിക്കുന്നവർ ഒരു പക്ഷേങ്കിൽ നിന്നെ അധൈര്യപ്പെടുത്തുന്നവരായിരിക്കാം,
നിന്റെ ബലം ക്ഷയിപ്പിച്ച് കളയുന്നവരായിരിക്കാം, കുത്തുവാക്കുകൾ പറയുന്നവരായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വൈകാല ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ, നീ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്നവരാണ് എങ്കിൽ, ദൈവം നിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ബലം നൽകി നിന്നെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. ഏത് കഷ്ടതയുടെ നടുവിലോ ദൈവം നിന്നെ എന്ത് ചെയ്യും? ജീവിപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. ആ ഒരു ഉറപ്പും ധൈര്യവും ആ ഒരു പ്രത്യാശയും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവൻ ജയകരമായ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവൻ ഒരു നല്ല ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉടമകളായി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. ഒരു ദിവസങ്ങളിൽ അവൻ അപ്രകാരം നല്ല ക്രിസ്ത്യ ജീവിതം നയിച്ചു മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ എല്ലാവരെയും അവൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവം പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുവാനാണ്. തുടർന്നുള്ള